പലരും അഭിമാനത്തോടെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് മൾട്ടി ടാസ്ക് ഒക്കെ ചെയ്യാൻ പറ്റുന്നു. അതായത് ഒരേ സമയം രണ്ടോ അതിലധികമോ ജോലികൾ ചെയ്യാൻ പറ്റുമെന്ന്. ചിലരൊക്കെ ധരിച്ചിരിക്കുന്നത് ഈ മൾട്ടി ടാസ്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ലെവൽ ബ്രെയിൻ കപ്പാസിറ്റി ഉള്ളവർക്ക് മാത്രം പറ്റുന്ന ഒരു കഴിവാണെന്നാണ്. എന്നാൽ അങ്ങനെയല്ല. വാസ്തവത്തിൽ നമ്മുടെ ബ്രെയിൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് മൾട്ടി ടാസ്കിന് അനുയോജ്യമായ രീതിയിലല്ല. നമ്മളെല്ലാവരും ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് മോണോ ടാസ്കേഴ്സ് ആയാണ്. അതായത് ഒരു സമയം ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ. മൾട്ടി ടാസ്കിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിന് ഒരു ആക്ടിവിറ്റിയിൽ നിന്നും മറ്റൊരു ആക്ടിവിറ്റിയിലേക്ക് വളരെ പെട്ടെന്ന് സ്വിച്ച് ചെയ്യേണ്ടി വരുന്നു. ഇങ്ങനെ നിരന്തരമായുള്ള ഈ ബ്രെയിനിന്റെ സ്വിച്ചിങ് ബ്രെയിനിന് ഓവർലോഡ് സമ്മാനിക്കുകയാണ് ചെയ്യുന്നത്. സോ മൾട്ടി ടാസ്കിംഗ് ഒരു ശീലമാക്കിയവർക്ക് കാലക്രമേണ ഒരു സമയത്ത് ഒരു കാര്യം ചെയ്യുന്നതിന് പോലും ഫോക്കസ് ലഭിക്കാതെ വന്നേക്കാം. ഇതുകൂടാതെ മൾട്ടി ടാസ്കിംഗ് ചെയ്യുന്ന സമയത്ത് സ്ട്രെസ് ലെവൽ ഹൈ ആകുന്നതായി കണ്ടുവരാറുണ്ട്. സ്ട്രെസിന്റെ ഫലമായി ഉണ്ടാകുന്ന സ്ട്രെസ് ഹോർമോൺസ് ആങ്സൈറ്റിക്കും ഡിപ്രഷനും ഒക്കെ വഴിയൊരുക്കും. സ്ഥിരമായി മൾട്ടി ടാസ്കിംഗ് ചെയ്യുന്ന വ്യക്തിക്കുണ്ടാകുന്ന ഹൈ ബ്ലഡ് പ്രഷറും സ്ട്രെസ്സും ബ്രെയിനിന്റെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുകയും സെറിബ്രോ വാസ്കുലർ ഡിസീസ്, കോഗ്നിറ്റീവ് ഇമ്പയർമെന്റ് എന്നീ അവസ്ഥകളിലേക്കൊക്കെ എത്തിച്ചേരാനും സാധ്യത കൂടുതലാണ്.